നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അഡ്വാൻസ്ഡ് തീർച്ചയായിട്ടും നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയും. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം അഡ്വാൻസ്ഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. മരിച്ചിട്ട് പോലും ആ മനുഷ്യന് സമാധാനം കൊടുക്കാത്ത ഇതുപോലൊരു വൃത്തികെട്ട പിശാച് വേറെ കാണത്തില്ല. ആ മനുഷ്യൻ മരിച്ച ഡേറ്റ് പോലും ഈ സ്ത്രീക്ക് അറിയത്തില്ല. എന്നിട്ട് ഇപ്പം പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്തിന്? റീച്ച് കുറഞ്ഞോ? റീച്ച് കുറയുമ്പം തള്ളക്ക് സുധിച്ചേട്ടനെ വേണം, അല്ലാതിരിക്കുമ്പോൾ സുധിച്ചേട്ടനെ വേണ്ട. എപ്പോൾ റീച്ച് കുറയുന്നു അപ്പം പൊക്കി പിടിച്ചുകൊണ്ട് വരും. കാരണം സുധിച്ചേട്ടനാണല്ലോ റീച്ച്. ഉളുപ്പ് വേണം നിങ്ങൾക്ക് കേട്ടോ. കുറച്ചെങ്കിലും ആ മനുഷ്യന് സമാധാനം കൊടുക്ക്. മരിച്ചിട്ടെങ്കിൽ ആ മനുഷ്യനെ വെറുതെ വിട്. കുറെ കാലം വിറ്റ് ജീവിച്ചില്ലേ, ഇനിയെങ്കിലും വിട്ടൂടെ? ഉടായിപ്പ് കാണിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇത് ഒരു നാണവും മാനവും ഇല്ലാണ്ട് വീണ്ടും 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 ആ മനുഷ്യനെ വലിച്ചഴച്ചുകൊണ്ടിരിക്കുക വൃത്തികെട്ട സ്ത്രീ. ഇതിൻ്റെ ഒരു കമന്റ് ഉണ്ട്, ഒരു റീച്ചും കിട്ടുന്നില്ല. അടുത്ത പ്രോഗ്രാമായിട്ട് വന്നേക്കുന്നു രേഷ്മ പി തങ്കച്ചൻ. സ്വന്തം ഭർത്താവ് മരിച്ച ഏത് വർഷമാണ് പുള്ളിക്കാരിക്ക് അറിയില്ല. അപ്പോഴാ വെഡിങ് ആനിവേഴ്സറിയുടെ തീയതിയായിട്ട് വന്നേക്കുന്നത്. സത്യമാണ്, അങ്ങനെ മരിച്ച ഡേറ്റ് അറിയത്തില്ല. എന്നിട്ട് വെഡിങ് ആനിവേഴ്സറി ഡേറ്റും പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുക ഉളുപ്പില്ലാതെ തള്ള. ചിലതൊക്കെ എനിക്ക് കാണുമ്പോ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പേഴ്സണലി പുള്ളിക്കാരത്തി എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അവരെ ഒരുപാട് സൈബർ അറ്റാക്ക് ചെയ്യുന്ന പോലെ അതിനൊന്നും ആവശ്യമില്ല, അത്ര ആവശ്യമില്ല. പാവവും ഭയങ്കര എല്ലാവരോടും ഒരുപോലെ മിങ്കിൾ ചെയ്ത് സ്നേഹത്തോടെ നിൽക്കുന്ന. ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവരെ കാണിച്ചു കൂട്ടുന്നതൊക്കെ നല്ല പ്രവർത്തികളും ബാക്കിയുള്ള ആൾക്കാർ പറയുമ്പോൾ സൈബർ അറ്റാക്കും. നിങ്ങളെല്ലാം വന്നിട്ട് ഈ രീതിയിലാണ് സംസാരിക്കുന്നത്. രേണു എന്താണോ ചെയ്യുന്നത് അതാണ് ഇവിടെ സംസാരിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. അല്ലാണ്ട് രേണുവിനെ മനഃപൂർവ്വം ആരും പിടിച്ച് സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കുന്നതല്ല. രേണു സുധി സ്വയം നിങ്ങളിതാ എടുത്തോ എന്ന് പറഞ്ഞിട്ട് വരുന്നതാ, അല്ലാണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് എടുക്കുന്നതല്ല. ഓരോന്നെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് മനുഷ്യന്മാരെ കൊണ്ട് പറയിക്കുന്നതാ തള്ളയാ. അതിലൊന്നും കുഴപ്പമില്ല. രേണുവിന്റെ മാനേജറിനെ വിളിക്കുന്നൊരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്, അതൊന്ന് കേൾക്കാം. ഇന്ന് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഞാന് പിന്നെ രേഷ്മ പി തങ്കച്ചന്റെ മാനേജർ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. ഇന്ന് തിരിച്ച് ആ സ്ത്രീ എന്നെ തിരിച്ചു വിളിച്ചു. തിരിച്ചു വിളിച്ചിട്ട് ഞാൻ ഇന്ന ആളാന്ന് പറഞ്ഞു എന്റെ അടുത്ത്. ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ ഈ പറഞ്ഞ രേണുവിന്റെ മാനേജർ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു അതേ. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിന്റെ ബേസിലാണ് ഇവളുടെ മാനേജർ ആയിരിക്കാൻ? എന്ത് ജോലിയിലാണ് എന്ത് ജോലി ചെയ്തിട്ടാണ് ഇവൾക്ക് മാനേജറായിട്ട് ഇരിക്കുന്നതെന്ന് ചോദിച്ചു. പോകുന്നിടത്തും വരുന്നിടത്തും കേൾക്കുന്ന ഒരു പേരാണ് എന്റെ മാനേജർ, എന്റെ മാനേജർ, എന്റെ മാനേജർ. ഈ മാനേജറിനെ വെക്കാൻ വേണ്ടി മാത്രം നിങ്ങളുടെ കയ്യിൽ പ്രോഗ്രാംസും സാമ്പത്തികമൊക്കെ ഉണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടാണ് കടം മേടിച്ച പൈസ പോലും തിരിച്ചു കൊടുക്കാതെ ഇങ്ങനെ നടക്കുന്നത്. വീടിന്റെ വാടക, ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് കടം മേടിച്ച പൈസ, ഇതൊക്കെ തിരിച്ചു കൊടുക്കുക. അങ്ങനെ അത്രയ്ക്കും പൈസ കയ്യിലുണ്ടെങ്കിൽ. അല്ല, മാനേജറൊക്കെ വെക്കാൻ വേണ്ടി മാത്രം പൈസ കയ്യിലുണ്ടാവും. അപ്പൊ അത് കൊടുത്ത് തീർക്കുക. അത് ചെയ്യത്തില്ല. എല്ലാം ഇങ്ങോട്ട് വാങ്ങിച്ചല്ലേ ശീലമുള്ളൂ, തിരിച്ചു കൊടുത്ത ശീലമുള്ള ഇല്ലല്ലോ അല്ലേ? അത് ഞാൻ വർക്കുകളൊക്കെ പിടിച്ചു കൊടുക്കും. ഞാൻ ചോദിച്ചു എന്ത് വർക്കുകളാണ് നിങ്ങൾ പിടിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ ബാറില് ഇതുപോലുള്ള കുൽസിത പ്രവൃത്തികൾക്കല്ലേ നിങ്ങൾ അവൾക്ക് ഈ വർക്ക് പിടിച്ചു കൊടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അതല്ല, അങ്ങനല്ല. അവൾക്ക് പിന്നെ ദുബായിലോ അവിടെ ഇവിടെയൊക്കെ ഉള്ള ഓരോ വർക്കുകൾ പിടിച്ചു കൊടുക്കണം. അവൾക്ക് ഒരു വിധവയല്ലേ, വിധവയുണ്ട്. ആരേൽ എന്തേലൊക്കെ പറയുമ്പോ അടുത്ത സ്പോട്ടിൽ ആ വിധവക്കാരുടെ അടുത്ത് അങ്ങ് ഇറക്കിക്കോളും. പിന്നെ ആരും മിണ്ടത്തില്ലല്ലോ. എന്ത് പറഞ്ഞു ഒന്നിലും രണ്ടാമത്തേല് എടാ വിധവയല്ലടേ, ജീവിച്ച പൊക്കോട്ടടേ. എന്ത് വിധവ? എവിടത്തെ വിധവ? വിധവമാരൊക്കെ ഇങ്ങനെയാണോ നടക്കുന്നേ? 2 പിള്ളേരുണ്ട്, പിള്ളേരെ വളർത്തണ്ടേ. ഞാൻ ചോദിച്ചു ഈ നാട്ടിലെല്ലാവരും വിധവകളുണ്ട്, ഞാനൊരു വിധവയാണ്. ഞങ്ങളാരും ഇതുപോലെ പൂക്കളും കാണിച്ചു വയറും കാണിച്ച് ബാറിൽ പോയി ഡാൻസും ചെയ്തു
ഒന്നുമല്ല, ഞങ്ങളാരും മക്കളെ വളർത്തി, അതല്ല അന്തസ്സായിട്ട് ജോലി ചെയ്താണ് മക്കളെ വളർത്തി. എനിക്കൊരു മോനുണ്ട്, മോനെ വളർത്തി പഠിപ്പിച്ച് നല്ല നിലയിലാക്കിയെന്ന് ഞാൻ പറഞ്ഞു. ഉടനെ പറയാ, അയ്യോ അവൾക്ക് അതിനുള്ള ഹെൽത്ത് ഭയങ്കര വീക്കാണ്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അങ്ങനാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് ഹെൽത്ത് ഇഷ്യൂ? ആണുങ്ങൾ ഇവളെ വട്ടം എടുത്തിട്ട് അങ്ങോട്ടെറിഞ്ഞു ഇങ്ങോട്ടെറിഞ്ഞു. പിള്ളേരെ വളർത്തണ്ടേ? എവിടെയാണ് രേണു പിള്ളേരെ വളർത്തുന്നത്? കിച്ചുന്റെ വഴിക്ക് പോയി. രണ്ടാമത്തെ കുഞ്ഞിനെ ഈ തള തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അതിനെ ആ വീട്ടിലിട്ടിട്ടാണ് ഈ കസർത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് തേരാപാര പോകുന്നത്. പിന്നെ ശരീരമാണെങ്കിൽ പണിയെടുക്കാനുള്ള ആരോഗ്യമില്ല എന്നല്ല, മടി. അത് പറ. ശരീരമാണെങ്കിൽ പണിയെടുത്ത് സമ്പാദിക്കാൻ രേണുസുതിക്ക് വയ്യ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ആരോഗ്യമില്ലായ്മയൊന്നും അല്ല. ഇതിനെക്കാളും വയ്യാത്ത ആൾക്കാരെ തൊഴിലുറപ്പിന് മറ്റൊന്നും പോയിട്ട് കുടുംബം നോക്കുന്നുണ്ട്. ഈ ആണുങ്ങളുടെ ചുമലെ ചാരി നടക്കുന്നതിന്, ഈ ആണുങ്ങളുടെ കൂടെ പോയി ഫ്ലാറ്റ് ഷെയർ ചെയ്യുന്നതിനൊന്നും ഇവൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഇല്ല. നേരെ ജോലി എടുത്ത് ജീവിക്കാൻ എന്താ ഈ ഇത്ര ഹെൽത്ത് ഇഷ്യൂ എന്ന് ചോദിച്ചു. അത് ആകെ ഒരു ചെറിയ ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു 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 പെണ്ണിന്റെ അത്ര, അതിന് ശരീരവും ഇല്ല, ഒന്നുമില്ല. ഞാൻ ചോദിച്ചു, അങ്ങനെയൊക്കെ ഉള്ള ആളെ നിങ്ങൾ എന്തിനാ കൊണ്ടു നടക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അവൾക്ക് ശരീരമില്ല, ഒന്നുമില്ല, പിന്നെ നിങ്ങൾ എന്തിനാ കൊണ്ടു നടക്കുന്നതെന്ന് ചോദിച്ചു. അത് 2 കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ? ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യമാണ് ഇവരെല്ലാരും പറയുന്നത്. ഞാൻ ചോദിച്ചു, ഇവൾക്ക് ഫ്ലവേഴ്സിൽ നിന്ന് ജോലി കൊടുക്കാന്ന് പറഞ്ഞു. ഇവൾ എന്തുകൊണ്ട് ആ ജോലി ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അത് ഫ്ലവേഴ്സുകാർ ചുമ്മാ പറയുന്ന, അവരിങ്ങനെ ചുമ്മാ ഓഫർ ജനങ്ങളുടെ കണ്ണിൽ നോക്കും. ഫ്ലവേഴ്സുകാരെ ജോലിയുടെ കാര്യം പറഞ്ഞ രേണുസുതിനെ വിളിച്ചപ്പോ രേണുസുതിക്ക് താല്പര്യമില്ല. അതാണ് സത്യം. അല്ലാണ്ട് വെറുതെ കൊടുക്കാന്ന് പറഞ്ഞല്ല. ഇവര് വിളിച്ചപ്പോ രേണുസുതിക്ക് അതിനോട് താല്പര്യമില്ല. പിന്നെ കിച്ചുവിന്റെ കാര്യത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം. ഈ പൈസയുടെ ഫണ്ടിന്റെ കാര്യത്തില് രേണുസുതി ജോലി ഓഫർ ചെയ്തിട്ട് രേണുസുതിയാ വേണ്ടാന്ന് പറഞ്ഞത്. കാരണം ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ലല്ലോ. വേണ്ടി അവർ ഓഫർ ഇടുന്നതേ ഉള്ളൂ, അല്ലാതെ അവര് ജോലിയൊന്നും കൊടുക്കത്തില്ല. അവര് കൊടുക്കത്തുമില്ല, അവരിങ്ങനെ ചുമ്മാ പറഞ്ഞു പറ്റിക്കലേ ഉള്ളത്. ഇങ്ങനെയാണ് പറയുന്നത്. കിച്ചുവിനെ പഠിപ്പിക്കുന്ന കാര്യം അതൊക്കെ വെറുതെ അവര് പറയുന്നതാന്നാ പറയുന്നത്. ഈ പറയുന്നത് ജോലിയുടെ കാര്യം അവര് തന്നെ വന്ന് ഏതോ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, രേണുസുതിക്ക് ജോലി കൊടുക്കാന്ന് പറഞ്ഞ ആൾക്കാര്. അതുകൊണ്ട് ആ ഒരു ഉടായ്പൊന്നും ഇവിടെ നടക്കത്തില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവളെ കൊണ്ട് നടക്കും, നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ക്ലീവേജ് കാണിക്കുമോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ വയറ് കാണിക്കുമോ, നിങ്ങളുടെ പൊക്കിള് കാണിക്കുമോ, ഇല്ല നിങ്ങൾക്ക് ഒരു മകളുണ്ടെങ്കിൽ നിങ്ങളുടെ മകളെ നിങ്ങൾ സമ്മതിക്കുമോ, ഇതുപോലത്തെ പണി ചെയ്യാൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. എനിക്കതിനുള്ള കോൺഫിഡൻസ് ഇല്ല. എനിക്കതിനുള്ള കോൺഫിഡൻസ് ഒന്നുമില്ല. അവൾക്ക് ഈ പറഞ്ഞ രേണു എന്ന് പറഞ്ഞവൾക്ക് എന്തും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് അവള് എന്തും കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ആ കോൺഫിഡൻസിനെ ഇവരെല്ലാം യൂട്ടിലൈസ് ചെയ്യുമല്ലേ? ആണ്. അവരുടെ ആവശ്യത്തിന് വേണ്ടിട്ട് അവര് രേണുസുതിനെ ഉപയോഗിക്കുന്നു. ആ ബോധമില്ലാത്ത കഴുത ആ താളത്തിനെടുത്ത് തുള്ളുന്നു. അത്രേ ഉള്ളൂ ഇവിടെ. കുറച്ച് ദിവസമായിട്ട് കോണ്ടന്റ് ഒന്നും രേണുസുതി കൊടുക്കുന്നില്ല. ഇപ്പൊ സുധിച്ചേട്ടന്റെ ഫോട്ടോയും പിടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. പൊന്നു വേണ്ട. തള്ളയ്ക്ക് ഇനിയെങ്കിലും അങ്ങനെ ഒന്ന് വെറുതെ വിടാൻ പറ്റുമോ? മതിയായില്ലേ? കാണുന്നവർക്ക് മടുത്തടേ. അതുകൊണ്ടാ. ശരി എന്നാ വെറുതെ വിട്. ജീവിച്ചു പൊക്കോട്ടെ അങ്ങേര് അവിടെയെങ്കിലും സമാധാനത്തോടെ.